പാലക്കാട്ടെ ജനങ്ങൾ ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ അവസാന ഘട്ടത്തിലും ആര് വിജയിക്കുമെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം മൂന്ന് മുന്നണികൾക്കും വളരെ സാധ്യതയുണ്ട്. ഈ അവസാന ഘട്ടം വരെ തങ്ങളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമം മൂന്ന് മുന്നണികളും തുടരുകയാണ്. അതോടൊപ്പം തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. സി പി എമ്മിലേക്ക് കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് പി സരിൻ എത്തുന്നു. അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ യുവ നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട്, അത്തരത്തിൽ പല പല വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു നാം ഇപ്പോൾ കഴിഞ്ഞ ഒരു 35-30 ദിവസമായി കണ്ടത്. ഈ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് ആ മണ്ഡലത്തിലെ അടിയൊഴുക്കുകൾ, ആർക്കാണ് ഇപ്പോൾ അവിടെ ഒരു മുൻതൂക്കമുള്ളത്? ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ബൈ ഇലക്ഷൻ. നമുക്കറിയാം 3 മണ്ഡലങ്ങളിൽ, അതായത് ഒരു ലോക്സഭാ മണ്ഡലം, വയനാട് ലോക്സഭാ മണ്ഡലം, ചേലക്കര, പിന്നീട് പാലക്കാട്, ഇങ്ങനെ 3 ഒരേ സമയം കേരളത്തിൽ ബൈ ഇലക്ഷൻ വന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് വയനാട് ഒരു താരമണ്ഡലമായതുകൊണ്ട് ആ മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെയാണ് പുറത്ത് കൂടുതലായി ചർച്ച ചെയ്യുകയും ജനങ്ങൾ താല്പര്യത്തോടെ കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ പാലക്കാടാണ് ഈ നമ്മൾ നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുമുള്ള, കാരണം മറ്റു 3 മണ്ഡലങ്ങളിൽ ഇത്ര അതിശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരമില്ല. പാലക്കാട് BJP 2ാം സ്ഥാനത്താണ്. കേരളത്തിലെ മറ്റൊരു മണ്ഡലങ്ങളിലും ഇല്ലാത്ത, വിരളിലെണ്ണാവുന്ന ഇപ്പൊ തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ കൊല്ലത്ത് ചാത്തന്നൂരില്, അതോടൊപ്പം തന്നെ കാസർഗോഡ് മഞ്ചേശ്വരം, കാസർഗോഡ് നിയമസഭാ മണ്ഡലം ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് BJPക്ക് 2ാം സ്ഥാനം എത്താൻ കഴിയുന്നത്. അത്തരത്തിലൊരു മണ്ഡലമാണ് പാലക്കാട്. അപ്പൊ ഈ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷമാണ് അവിടെ ആ തരത്തിലേക്ക് മാറുന്നത്. അതിനു മുമ്പ് തന്നെ രാജഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ BJPക്ക് വേണ്ടി അവിടെ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നേരത്തെ അതെ പാലക്കാടാണ്. അതായത് അദ്ദേഹം 1970 അവിടെ മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഭാരതീയ ജനസംഘമായിട്ടാണ് മത്സരിക്കുന്നത്. 70-ലും 1967-ലും മത്സരിച്ചിട്ടുണ്ട്. 1965 ഈ 65-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത അറിയാമോ ശ്രീജിത്തിന്? അധികാരത്തിലെത്തിയിട്ടില്ല, ആർക്കും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിയമസഭ കൂടാൻ കഴിഞ്ഞില്ല. അപ്പൊ ഈ ജയിച്ച ആളുകൾക്കൊന്നും, അന്ന് ജയിച്ച ആർക്കും MLA ആകാൻ പറ്റിയിട്ടില്ല. നിയമസഭ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ MLA ആകുന്നത്. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 65, ഈ 65, 67, 70 ഈ പറയുന്ന കാലത്തെല്ലാം ജയിച്ചിട്ടുള്ളത് അവിടെ CPM ആണ് അവിടെ ജയിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് കുറേ വർഷം, ഏകദേശം കുറേ തവണ കോൺഗ്രസ് ആണ് അവിടെ ജയിച്ചത്. CM സുന്ദരമാണ് അവിടെ ജയിക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. ഇവിടെ ഈ തിരഞ്ഞെടുപ്പ് 35 ദിവസത്തെ പ്രചാരണം ഉണ്ടായിരുന്നു. നമുക്ക് കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചാണ് മാറ്റിവെച്ചത്. അപ്പൊ ആ കൽപ്പാത്തി രഥോത്സവം മാറ്റിവെച്ചതിന് ശേഷമാണ് അവിടെ ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത്. ഒരു സിനിമ ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെ പോയി, കുറെ കഴിയുമ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സിന് തൊട്ടു മുമ്പ് എത്തുന്ന സമയത്തൊരു ചില പറയത്തില്ല, അവസാനത്തെ 20 മിനിറ്റ് ഭയങ്കര കിടിലമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ അവസാനത്തെ ദിവസങ്ങളിൽ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശം കത്തിക്കയറുകയും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എപ്പോഴും ഒരു ഇലക്ഷനിൽ ഈ അടിയൊഴുക്കുകൾ വളരെ നിർണായകമാണ്. നമ്മൾ പുറമേ കാണുന്നതല്ല തെരഞ്ഞെടുപ്പിൽ പിന്നീട് സംഭവിക്കുന്നു. വോട്ടെണ്ണി കഴിയുമ്പോൾ അതുകൊണ്ടാണ് പല സ്ഥാനാർത്ഥികളും, നമ്മൾ ജയിക്കുമെന്ന് വിചാരിക്കുന്ന പല സ്ഥാനാർത്ഥികളും തോറ്റുപോകുന്നത്. കാരണം അടിയൊഴുക്കുകൾ എങ്ങനെയായി തീരും അതൊക്കെ തീരുമാനിക്കുന്നത് വേറെ തരത്തിലും വേറെ ചില ആളുകളും ഒക്കെയാണ്. പാലക്കാട് തുടക്കം മുതൽ അവിടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ CPMലേക്ക് വരുന്നത് സരിനാണ്. സരിൻ അതുവരെ കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ പ്രമുഖനായി നിന്ന ആളാണ് ഡോക്ടർ പി സരിൻ. സരിൻ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടുന്നു, CPMൽ വരുന്നു. CPM അടുത്ത ദിവസം സരിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറാണ് അവിടെ ശോഭാ സുരേന്ദ്രന്റെയും K സുരേന്ദ്രന്റെയും ഒക്കെ പേര് BJP സ്ഥാനാർത്ഥികളായി അവിടെ കേട്ടിരുന്നെങ്കിലും കൃഷ്ണകുമാറിന്റെ പേരും ഒപ്പം കേട്ടു. പക്ഷെ കൃഷ്ണകുമാറിനെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി BJP പരിഗണിച്ചത്. അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ
നമ്മൾ പല കാര്യങ്ങൾക്കാണ് കാണും. ഒന്ന്, അവിടെ റെയ്ഡ് നടക്കുന്നു. ഈ ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ അവരുടെ ഷാനിമോൾ ഉസ്മാൻ, ഇവർ രണ്ടുപേരും താമസിക്കുന്ന മുറിയിൽ അവിടെ മറ്റു പാർട്ടിക്കാരും ഒക്കെ താമസിക്കുന്നുണ്ട്. അവിടെ അതുവരെ പാലക്കാട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകുമായിരുന്നെങ്കിൽ പെട്ടെന്ന് ചിത്രം മാറ്റിയത് അവിടെ മുതലൊക്കെയാണ് ചിത്രം മാറി തുടങ്ങുന്നത്. അവിടെ ഒരു പാതിരാത്രി പോലീസ് കയറുന്നു, നിയമവിരുദ്ധമായിട്ടാണ് പോലീസ് കയറിയതെന്ന് ആരോപണം ഉണ്ടാകുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മുറിയിലേക്ക് ഇരച്ചു കയറുന്നു. കള്ളപ്പണം ഉണ്ടെന്ന് പറയുന്നു. കള്ളപ്പണം ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അവിടെ ആ മുറികളിലെല്ലാം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ടായിരുന്ന മുറികളിലെല്ലാം പരിശോധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ട്രോളി ബാഗുമായിട്ട് പോയി, അത് അതിനകത്ത് നിറയെ പണമാണെന്ന് പറയുന്നു. ഇങ്ങനെ വലിയ ആരോപണങ്ങൾ വരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടോ പോലീസിനെതിരെ തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം പോലീസിന്റെ അങ്ങനെ ഒരു നീക്കം അബദ്ധമായി പോയി എന്നുള്ള ചിന്ത അതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് പെട്ടെന്നൊരു മേൽക്കൈ ആ സമയത്ത് വന്നു. അല്ലെങ്കിൽ തന്നെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടെയും പ്രശ്നമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. അതായത് ഷാഫി പറമ്പിൽ പോയി വടകരയിൽ മത്സരിച്ച് എം പി ആയി. അതിനുശേഷം ആരാണ് സ്ഥാനാർത്ഥി ഇവിടെ ആകുക എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തെ പാലക്കാട് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. അത് പിന്നീട് നേതൃത്വത്തിന് രാഹുൽ മാങ്കൂട്ടത്തോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ വരുമ്പോഴും അത്ര പൂർണ്ണ തൃപ്തി പലർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ആ മണ്ഡലത്തിൽ ഇഴുകിച്ചേരുകയും പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സരിൻ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ സന്ദീപ് വാര്യരുടെ വിഷയം വരെ. സന്ദീപ് വാര്യർ ആ കൺവെൻഷൻ തൊട്ട് BJP-യുടെ കൺവെൻഷൻ മുതൽ ഉടക്കിലായിരുന്നു. അപ്പൊ അവിടെ മുതലേ ഇങ്ങനെ വാർത്തകൾ വന്നു തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വേദിയിൽ ഇരുത്തിയില്ല എന്നുള്ള ഒരു പരിഭവവും പരാതി പോലെയാണ് ആദ്യം കേട്ടു തുടങ്ങുന്നത്. പിന്നീട് അത് മറ്റു തരത്തിലേക്കുള്ള ആരോപണങ്ങളിലേക്കൊക്കെ പോകുന്നു. സന്ദീപ് വാര്യർ വിട്ടുനിൽക്കുന്നു. അദ്ദേഹം പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ പലരും ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം അതിനൊന്നും തയ്യാറാകുന്നില്ല. പലതരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നു. BJP-യുടെ സംസ്ഥാന കമ്മിറ്റി കൂടുന്നു. അദ്ദേഹത്തെ ഏകദേശം പുറത്താക്കുന്ന തരത്തിലേക്ക്, ഈ തിരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ അതിനുശേഷം നടപടി എന്നുള്ള തരത്തിലേക്കൊക്കെ നിൽക്കുന്നു. അപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്നില്ല സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും അതിനിടയ്ക്ക് CPM ചർച്ച നടത്തുന്നു. AK ബാലൻ അദ്ദേഹം വളരെ നല്ല നേതാവാണ് എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. CPI അതിനിടയിലൂടെ അതെ CPI അതിലൂടെ ഇടയ്ക്ക് ചർച്ച നടത്തുന്നു. CPI-യിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ആഴ്ച ഇലക്ഷന് തൊട്ടു മുമ്പ്, ഈ പോളിംഗിന് തൊട്ടു മുമ്പ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസ് പാളയത്തിലേക്ക് കതറണിഞ്ഞുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ സന്ദീപ് വാര്യർ പോകുന്നു. അപ്പം ഈ ചില ആളുകൾ കളത്തിന് പുറത്താണെങ്കിലും അറിയത്തില്ലേ, കളത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകളാണ് പിന്നെ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുക. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അത്തരത്തിൽ ഈ ഇലക്ഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് സന്ദീപ് വാര്യർ ഒരു സജീവ ചർച്ചയായി മാറി. അവിടെ C കൃഷ്ണകുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും സന്ദീപ് വാര്യർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് BJP-യുടെ ചർച്ചകളെല്ലാം അങ്ങോട്ട് മാറി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതെന്തായിത്തീരും? സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോയ ഒരു ചതിയനാണ് എന്നുള്ള ചിന്ത BJP പ്രവർത്തകർക്ക് ഉള്ള കാലത്തോളം BJP-യുടെ വോട്ടുകൾ അവിടെ ഏകീകരിക്കുകയും കൃത്യമായി ഈ നമുക്ക് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്, നമുക്ക് വലിയ ശക്തിയുണ്ട്, പക്ഷെ ആ വോട്ടുകൾ ചെയ്യാതെ പോകുമ്പോഴാണ് പരാജയപ്പെടുന്നത്. പലപ്പോഴും പല മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം കോൺഗ്രസിനായാലും ഇടതുപക്ഷത്തിനായാലും BJP-ക്കായാലും ശക്തിയുള്ള ഇടങ്ങളിൽ കോൺഗ്രസിനെയാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത്. മറിച്ച് CPM കേഡർ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തും. അത് BJP-യും ഒരു പരിധിവരെ നടത്തും. പക്ഷെ ഇത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും കോൺഗ്രസിന് ഒരു കേഡർ സ്വഭാവമില്ലല്ലോ, കൃത്യമായ സംഘടനാ സംവിധാനമില്ല. അവിടെ കോൺഗ്രസ് എന്നും ഒരു നേതാവിന്റെ കൂടെയുള്ള ഒരു ജനക്കൂട്ടം, അത് ജനകീയമായി മാറുന്നു, അവർ അധികാരത്തിലെത്തുന്നു. ഇതാണ് കോൺഗ്രസിന്റെ രീതി. അതെ, സത്യമാണ് പറഞ്ഞത്. ഇവിടെ ഈ നമ്മൾ പറഞ്ഞു വന്ന സരിന്റെ കാര്യം പറഞ്ഞു. സന്ദീപ് വാര്യർ ഇവിടേക്ക് വന്നു. അപ്പൊ അതിനുശേഷം സന്ദീപ് വാര്യർ എന്നുള്ള ആളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ച അവസാന നിമിഷവും നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ അത് പരിധി നോക്കിയ അവസാന ഘട്ടത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM ഉൾപ്പെടെയുള്ളവർ പരമാവധി സന്ദീപ് വാര്യർ എന്ന RSS-കാരൻ
RSSകാരന് കോൺഗ്രസ് താവളം ഒരുക്കി എന്ന രീതിയിൽ ചർച്ച ഉണ്ടാകും. അല്ല, അതിനകത്തൊരു വ്യത്യാസമുള്ളത് സന്ദീപ് വാര്യർ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. സന്ദീപ് വാര്യർ വലിയ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അവസാന ഘട്ടത്തിലും RSSന് കാര്യാലയം നിർമ്മിക്കാൻ അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ കൊടുത്ത വാക്കാണ്, 1 വർഷം കാത്തിരിക്കും എന്ന് പറയുന്നുണ്ട്, അവസാന നിമിഷം പറയുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രവർത്തകരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് പൂഴിക്കടകൻ അവസാന നിമിഷമാണ്. ഈ സമയങ്ങളിലാണ് പൂഴിക്കടകൻ. ഇപ്പൊ പാലക്കാടൻ മണ്ണിലെ പൂഴിക്കടകൻ ആരെയാണ് ജയിപ്പിക്കുക അല്ലെങ്കിൽ ആരെയാണ് പരാജയപ്പെടുത്തുക, സന്ദീപ് വാര്യർ അവിടെ ഒരു ഫാക്ടർ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് 23-ാം തീയതി നമുക്ക് വോട്ടെണ്ണുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് അറിയാൻ പറ്റും. സന്ദീപ് വാര്യർ എന്ത് എഫക്റ്റ് ഉണ്ടാക്കി, മറ്റുള്ള സരിൻ എത്രമാത്രം വോട്ട് പിടിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടെ ഈ ഉണ്ടാക്കിയ ഓളം വോട്ടായി മാറിയിട്ടുണ്ടോ, കോൺഗ്രസിന്റെ അണിയറ നീക്കങ്ങൾ എന്തെങ്കിലും ഫലം ചെയ്തോ, അല്ലെങ്കിൽ BJP വളരെ നിശബ്ദമായി അവരുടെ ലക്ഷ്യത്തിലെത്തുന്നതിനുള്ള പ്രവർത്തനം നടത്തിയോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞ സംഭവബഹുലമായിരുന്നു പാലക്കാട് ഈ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അത് ഈ ടിസ്റ്റുകളായിരുന്നു. അത് എന്തായാലും 23-ാം തീയതി അത്തരം എന്തെങ്കിലും ടിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.